ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു മീൻ കറി വെച്ചാലോ? നമുക്ക് വരാലാണ് കിട്ടിയിരിക്കുന്നത് കറി വെക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഉള്ളി, ഒരു ഉള്ളി ഞാൻ എടുക്കണില്ല, ഒരു കഷ്ണം ഉള്ളിയാണ് ഞാൻ എടുക്കുന്നുള്ളൂ. അത് ഞാൻ ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. അതിനകത്തേക്ക് തക്കാളി നല്ല വൃത്തിയാക്കി ഒരു മൂത്ത ഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് തക്കാളി ഞാൻ അരിഞ്ഞ് വെക്കുന്നുണ്ട്. തക്കാളിയും ഉള്ളിയും പിന്നെ 2 പച്ചമുളക് വേണമായിരുന്നു. പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞ് വെക്കുന്നുണ്ട്. പച്ചമുളക് നടുക്കൂടെ അങ്ങനെയാണ് ഞാൻ മുറിക്കുന്നത്. അതും മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി ഞാൻ ആദ്യം നമ്മുടെ ചതയ്ക്കുന്ന കല്ലിൽ വെച്ചൊന്ന് ചതച്ചിട്ട് ചെറുതാക്കി അരിയുക ചെയ്തത്. വെളുത്തുള്ളി കൈ കൊണ്ട് തന്നെ തൊണ്ട് പിടിച്ചെടുക്കുക ചെയ്തത്. അതിനകത്തേക്ക് 2 പുളിയും 2-3 കറിവേപ്പിലയും കൂടിയാണ് നമ്മളാദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു. നന്നായി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കടുകിട്ടു. കടുകിടുന്നത് എണ്ണ നന്നായി ചൂടായതിന് ശേഷമായിരിക്കണം. കടുക് നന്നായി പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ ഒരുപാട് നേരം ഇട്ട് അത് കരിഞ്ഞു പോവും. കരിഞ്ഞു കഴിഞ്ഞാൽ മീൻകറിക്കൊരു കയ്പ്പ് രസം വരും. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പായിട്ട് തന്നെ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ഇട്ടു. അത് കരിയുന്നതിന് മുമ്പായിട്ട്. ഉലുവ പൊട്ടാൻ നിൽക്കണം, പക്ഷെ കരിയരുത്. അതിനകത്തേക്ക് 2 കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും അതുപോലെ തന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി അപ്പം നമുക്കതിനൊരു വഴണ്ടി വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം അറിയാം. ഒരുപാട് നേരം ഞാൻ വഴറ്റുന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു ഷെയ്ഡ് വ്യത്യാസം വരും. അപ്പോഴേക്കും ആ തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. കുറച്ച് ഉപ്പിട്ട് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് വഴലും, പെട്ടെന്ന് തന്നെ ഇതാവും. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മീൻ കറിക്ക് ഉപ്പിടുന്ന സമയത്ത് നോക്കി ഉപ്പിട്ടാൽ മതി. ഇതിനെന്തായാലും ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നാവും, സമയം കുറച്ചും കൂടെ നമുക്ക് ലാഭിക്കാൻ പറ്റും. അതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടായിരുന്നു. അതും അതിൻ്റെ നന്നായിട്ടൊന്ന് വഴറ്റി. അതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നോടം വരെ നമ്മളൊന്ന് വഴറ്റും. ഒന്ന് ചൂടാവും. അപ്പം ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാവും. അതിനകത്തേക്ക് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. ആ വെള്ളം ഒഴിച്ച് നമുക്ക് എത്രയാണോ നമുക്ക് കറി വെക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്തോരം കറിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ഞാനതൊന്ന് മൂടി വെക്കും. വെള്ളം ഒഴിച്ച പാടെ ഞാൻ വേറൊന്നും ചേർക്കുകയില്ല. വെള്ളം ഒഴിച്ചൊന്ന് തിളയ്ക്കാൻ വെക്കും. അത് നന്നായി തിള വന്നതിന് ശേഷം ആ 2 പൊടി കഷ്ണം ഇടും. ഒന്ന് ഇളക്കി ഇച്ചിരി നേരം ഒന്ന് ഇളക്കി കഴിയുമ്പോഴേക്കും 2-3 മിനിറ്റിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഓരോ മീൻ കഷ്ണങ്ങളായിട്ടിടും. ഓരോന്നോരോന്ന് എടുത്തിടുള്ളൂ. ഓരോന്നോരോന്നായിട്ട് അതിനകത്തേക്ക് എടുത്തിടും. നമുക്കിവിടെ മീൻ കറിയൊക്കെ വെച്ചാൽ എന്ന് വെച്ചാൽ അധികം ആൾക്കാർ ഇവിടെ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും മീൻ കറിയൊക്കെ എല്ലാവരും ഇങ്ങനെ ചാറ് കൂട്ടുക അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. കഷ്ണമൊന്നും അങ്ങനെ തീരില്ല. വറക്കുന്നതും കൂടി ഉണ്ടെങ്കിൽ ഒരിക്കലും കറി വെച്ച കഷ്ണം തീരത്തില്ല. എല്ലാവരും വറക്കണ കഷ്ണമേ കൂടത്തുള്ളൂ. അത് ഞാൻ വീണ്ടും മൂടി വെച്ച് നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം നന്നായി തിളച്ചിട്ടുണ്ടോയെന്ന്. തിളച്ച് കഴിഞ്ഞ് കണ്ടോ, നന്നായി തിളച്ചൊരു ഓക്കെ ആകുന്ന പരുവത്തിലേക്ക് ആകുമ്പോഴേക്കും ഇച്ചിരി നമുക്ക് ചാറ് എന്തോരം വേണോ അതനുസരിച്ച് വെച്ചോളൂ. നമുക്ക് ഇപ്പം കപ്പയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അതിൻ്റെ കൂടെ മീൻ കറീൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇച്ചിരി ചാറ് കൂടുതൽ വേണ്ടി വരും. അതല്ല ചോറിൻ്റെ കൂടെയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അത്രയും ചാറ് വേണ്ട വരത്തില്ല. ഇതാണ് നമ്മുടെ മീൻ കറി ഫൈനലായിട്ടുണ്ട്. ഇച്ചിരി ചാറോട് കൂടിയുള്ള മീൻ കറിയാണ്, വലിയ കഷ്ണമാണ്. ഓക്കെ, എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.